ഹബീബിന്റെ ഭാര്യമാർ ഓരോരുത്തരും നബി തങ്ങളുടെ സ്നേഹം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് മത്സരിക്കുന്നവരായിരുന്നു. ഓരോരുത്തർക്കും അവരുടെ കൂടെ താമസിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും എത്രയും തിരക്ക് പിടിച്ച അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സമയം കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയും, ഹാദിഹി ഖിസ്മതി ഫീമാ അംലിക് ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്. അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ സഹധർമ്മിണിമാരോട് ഓരോരുത്തരോടും നീതിയോടെ ഞാൻ പെരുമാറുന്നുണ്ട്, ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് ഞാൻ നൽകുന്നുണ്ട് റബ്ബേ. പക്ഷേ എങ്ങാനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതിൽ ആരോടെങ്കിലും ഇഷ്ടക്കൂടുതലോ കുറവോ സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അല്ലാഹുവേ അല്ലാഹുവേ, നീ എന്നോടത് പൊറുക്കേണമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഭാര്യമാരിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വളരെ രുചിയുള്ള ഹബീബിന് ഇഷ്ടമുള്ള തേന് കൊണ്ടൊരു വെള്ളം, ഒരു പാനീയം കൊടുക്കാറുണ്ടായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. മറ്റൊന്നിനുമല്ല, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഹബീബിന്റെ കൊച്ചു കൊച്ചു റൂമുകളിലേക്ക്, മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ താമസിക്കുന്ന കൊച്ചു റൂമുകളാണുള്ളത്, ആ റൂമുകളിലേക്ക് നബി തങ്ങൾ അസ്ർ മഗ്രിബിന്റെ ഇടയിൽ കയറി ഇറങ്ങാറുണ്ട്. ഹബീബിന് സമയമില്ലാത്തിടത്ത് നബി തങ്ങൾ ഏതൊരു മഹദിയുടെ വീട്ടിലാണോ ഉള്ളത് അങ്ങോട്ട് മറ്റു ഭാര്യമാർ വരാറുമുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ സാന്നിധ്യം ഒരൽപ്പം കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള ഒരു പാനീയം തേൻ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അന്നേരം നബി തങ്ങൾ ഒരൽപ്പം വർത്തമാനം പറഞ്ഞ് സൈനബ് ബീവിയുടെ അരികത്ത് ഒരൽപ്പം കൂടുതൽ ഇരിക്കാറുമുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും ഒരു പ്ലാൻ ചെയ്തു. ഇത് പറ്റില്ല, നമ്മൾ ഓരോരുത്തരുടെ അരികത്തേക്കും നബി തങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്തിൽ സൈനബിന്റെ അടുത്ത് നിന്ന് റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ കയ്യിൽ നിന്ന് കുടിക്കുന്ന ആ തേൻ വെള്ളം കുടിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരൽപ്പം സമയ കൂടുതൽ എടുക്കുന്നുണ്ട്. അത് നിർത്തലാക്കാൻ നമുക്കൊരു അടവ് പ്രയോഗിക്കാം, നമുക്കൊരു തന്ത്രം മെനയാം. മെനയുന്നത് ആരെന്നറിയുമോ? ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാരുടെ മക്കൾ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. മറ്റേത് ആരാണ്? ഹഫ്സ ബീവി, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹഫ്സ ബിൻതു ഉമർ. രണ്ടുപേരും വളരെ അടുപ്പത്തിലാണ്, വളരെ നല്ല കൂട്ടുകാരികളാണ്. രണ്ടുപേരും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ അരികത്തേക്ക് വരികയാണെങ്കിൽ ഹബീബായ നബിയോട് നമുക്ക് പറയണം, നബി തങ്ങളോട് പറയണം, നബിയേ, നിങ്ങളുടെ വായയിൽ നിന്ന് എന്തോ സുഖമില്ലാത്ത അസുഖകരമായ ഒരു വാസന വരുന്നുണ്ടല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാമെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് വരുന്ന സമയം, നബിയേ, നജിദു മിൻക റായിഹത്തൽ മഗാഫീർ, മഗാഫീറിന്റെ ഒരു വാസന അങ്ങയുടെ വായയിലുണ്ടല്ലോ. മഗാഫീർ എന്നത് മരുഭൂമിയിലെ മുൾച്ചെടിയിൽ നിന്നെടുക്കുന്ന ഒരു വസ്തുവാണ്. അത് പാനീയത്തിൽ ചേർക്കാറുണ്ട്, നല്ല രുചിയുള്ള വെള്ളമാണത്. എന്നാൽ ആ മഗാഫീർ കുടിച്ചു കഴിഞ്ഞാൽ വായയ്ക്ക് ഒരു നാറ്റം വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ വായയ്ക്കൊരു നാറ്റവുമില്ല. അത് അത്വയബുൽ അഫ്വാഹ്, വായകളായ വായകളിൽ വെച്ച് ഏറ്റവും ശുദ്ധിയുള്ളതാണത്. നബിയെ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും എത്ര സുഗന്ധമാണ്, അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും എന്തൊരു സുഗന്ധമാണെന്ന് ഹബീബിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അൻഹു ഹബീബ് വഫാത്തായി കിടക്കുമ്പോ ആ ഹബീബിനോടാണ്, ഹബീബായ തങ്ങളോട് മറ്റൊന്നുമല്ല സൈനബ് റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ഭാര്യയുടെ അരികത്ത് മുത്തുനബി തങ്ങൾ ഒരൽപ്പം സമയ കൂടുതൽ ചെലവഴിക്കുന്നത് പാടില്ലെന്ന് പറയാൻ, അത് നിർത്തിവെക്കാൻ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു, ഒരു കുസൃതിയായിരുന്നു അത്. എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ് ഹബീബായ നബി തങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയണം, നബിയെ മഗാഫീറിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങയിൽ നിന്ന് എന്ന് പറഞ്ഞേക്കുക. അങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിനാണെങ്കിൽ വായനാറ്റം ഹബീബിന് ഇഷ്ടമല്ല. നമ്മളൊക്കെ മനസ്സിലാക്കണം, നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനൂ ആദം. മനുഷ്യർക്ക് എന്തെല്ലാം ദുർഗന്ധമാണോ അത് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ദുർഗന്ധമാണ്. വായ ബ്രഷ് ചെയ്യാതെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ പാടുള്ളതല്ല വായനാറ്റമുള്ളവരെ. ഉള്ളി പോലെയുള്ള, പ്രത്യേകിച്ച് വെളുത്തുള്ളി പോലെയുള്ള, ഗാർലിക് പോലെയുള്ളത്, നാറ്റമുള്ള വസ്തുക്കൾ എന്തോ ആകട്ടെ, അത് കഴിക്കുന്ന ആളുകൾക്ക് വായ വൃത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ ഫലാ യഖ്റബ് സ്വലാസനാ, നമ്മുടെ കൂടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, അരികത്തിരിക്കുന്ന ആളുകൾക്ക് വായനാറ്റം വരുമ്പോ നിസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം ചെയ്ത അമൽ എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ ചെയ്ത കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അസ്സിവാക്, മിസ്വാക്ക് ചെയ്യലായിരുന്നു, ബ്രഷ് ചെയ്യലായിരുന്നു. ഓർമ്മയുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഹബീബായ നബി തങ്ങൾ തലവെച്ച് കിടക്കുകയാണ്. ഹബീബ് ഇന്ന് ഉറങ്ങുന്ന, വിശ്രമിക്കുന്ന പരിശുദ്ധമായ പച്ചക്കുപ്പയുടെ താഴെ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ.